ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഡി ആൻഡ് എഫ് ആയിരുന്നു അല്ലെ. ഡി ആൻഡ് എഫിലെ പാസ്റ്റ് ഇയർ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കി. ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ആദ്യം എന്താ ചെയ്യിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ? ഒന്ന് ഓർത്തു വെക്കണം. അങ്ങനെയാ ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ആദ്യം എടുത്ത്? സ്കാൻഡിയം മുതൽ സിങ്ക് വരെ എഴുതി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി തുടങ്ങുകയുണ്ടോ. എന്നിട്ട് നമ്മൾ ടോപ്പിക്സ് ഓർഡറിൽ പറഞ്ഞു. ദെൻ ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെ ചെയ്തേ അല്ലെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിൽ കിട്ടി. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് ഈസ് നോട്ട്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആണ്, നമ്മൾ അത് എഴുതി പറഞ്ഞു. അത് കഴിഞ്ഞ് AG 4D10 റിഗാർഡഡ് ആസ് ആൻ പറഞ്ഞോ ട്രാൻസിഷൻ എലമെന്റ്. വൈ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? പറഞ്ഞോ. AG 4D10 ആണ്. വെരി ഗുഡ്. കംപ്ലീറ്റ്ലി ഫില്ലാണ്. അപ്പൊ അത് ട്രാൻസിഷൻ എലമെന്റ് ആവാൻ പാടില്ല അല്ലെ. പക്ഷെ ട്രാൻസിഷൻ എലമെന്റ് ആണ്. വൈ? ഇതാണ് ചോദ്യം. AG കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. അപ്പൊ എന്ത് വരും? +2 വരും. SC ന്ന് അല്ലെ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. D ന്ന് 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അപ്പൊ എന്ത് വരും? 4D9. AG ജനറൽ സ്റ്റേറ്റ് 4D10. AG +2 എന്ത് വരും? 4D9 അല്ലെ. സോ 1 അൺപെയർഡ് ഇലക്ട്രോൺ. അത്ര എഴുതി കഴിഞ്ഞിട്ട് താഴെ എഴുതി വെക്കണം. ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് d ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ പറയേ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് ആൻ ട്രാൻസിഷൻ എലമെന്റ്. കേട്ടോ. ഓക്കെ, കിട്ടണം. ലാസ്റ്റ് ക്ലാസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ വരുമ്പോ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, ഒന്ന് റീതിങ്ക് ചെയ്യുക, ക്ലിയർ ചെയ്യുക. കേട്ടോ. ഓക്കെ, അങ്ങനെ ആവുള്ളൂ. ദെൻ നമ്മള് ചാർട്ടുകളാണ് പറയാൻ പോകുന്നത്. ഇന്ന് കൺവേർഷൻ ആണ്. കേട്ടോ. ഓക്കെ, കൺവേർഷനില്ല ആദ്യത്തെ ചാപ്റ്റർ മുതൽ ലാസ്റ്റ് വരെയുള്ള കൺവേർഷൻ ആണ് എടുക്കുന്നത്. കൺവേർഷൻ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ റിയാക്ഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള കണക്ഷൻസ് ആണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആണ്. അത് ഏറ്റവും ടഫസ്റ്റ് ആണ്. അങ്ങനെ ടഫസ്റ്റ് വരുന്ന സമയത്ത് അത് പഠിക്കുന്നതിന് കറക്റ്റ് സ്ട്രാറ്റജി കൊണ്ടുവരണം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താ? എല്ലാ റിയാക്ഷനും നിങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ചോദിച്ചാലും അതിനെ തനിയെ മൈൻഡ് കൊണ്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഇതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അത് ടഫ് ആകുന്നത്. പക്ഷെ അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്നേ വരെ വന്നേക്കുന്ന CBSEയുടെ ഒരു 15 ഇയർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് ആ കൺവേർഷൻ ചോദിക്കുന്നതിന് ഒരു 6 ചാർട്ടിന്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ. പ്ലസ് എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വഴിയില്ല, നിങ്ങൾക്ക് തനിയെ കണ്ടെത്തണം. അതേ പറയുന്നുള്ളൂ. കേട്ടോ, അത് ഞാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ആ വഴി എന്താണ്? നമ്മൾ എന്ത് പഠിക്കണം? ആദ്യം ചാപ്റ്ററുകളിൽ 4 ചാപ്റ്ററുകളിൽ കാർബൺ കൂടുന്ന ടൈപ്പ് ഓഫ് കൺവേർഷൻ ഉണ്ട്. കാർബൺ കൂടുന്ന ടൈപ്പ് അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. അതിൽ ആദ്യം നെയിം റിയാക്ഷൻ ആണ്. ഏതൊക്കെ നെയിം റിയാക്ഷൻ ആണ് കാർബൺ ഇൻക്രീസ് ചെയ്യുന്നത്? ആൽഡിഹൈഡ് കൺവർസേഷൻ. പിന്നെ ഏതൊക്കെ കൂടും? ഫ്രെഡൽ ക്രാഫ്റ്റ് കൂടും അല്ലെ. ജമ്പ് ചെയ്യുന്നുണ്ട്. ഫ്രെഡൽ ക്രാഫ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഫ്രെഡൽ ക്രാഫ്റ്റ് ഒരു CH3 C2H5 അതൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഗ്രിഗ്നാൾ റിയേജന്റ് വരും. കൂടുന്ന ടൈപ്പ് ഗ്രിഗ്നാൾ റിയേജന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടും. പിന്നെ ഉണ്ട് വലിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ട്, ആരും പറയാതെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും വലുതായിട്ട് കൂടുന്നത്, ഡബിൾ ആവുന്നത്. ഫ്രെഡൽ ക്രാഫ്റ്റ് പറഞ്ഞു ഡബിൾ ആണ്. ഫ്രീ റാഡിക്കൽ ഹാലജനേഷനോ? അതിലെന്താ? റൂട്ട്സ്. WURTS റൂട്ട്സ് ഫിറ്റിക്. ഇതിലെല്ലാത്തിലും കാർബൺ കൂടും അല്ലെ. ക്ലോറോ ഇഥേൻ കൺവേർട്ട് എന്താ? ബ്യൂട്ടൈൻ ഉണ്ടോ? ഓക്കെ, അത് ഇരട്ടിയായി, ഡബിളായി. ഇപ്പൊ ഡബിൾ ആക്കുന്നതാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ചാർട്ട് ഞാൻ വരപ്പിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞു വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4 ചാപ്റ്ററിന് നമ്മൾ പഠിക്കുന്നതിനെ കാറ്റഗറൈസേഷൻ ചെയ്യുന്നു. 1 കാർബൺ ഇൻക്രീസ് ചെയ്ത് വന്നാൽ നമ്മുടെ ബ്രെയിൻ ഏതിലേക്ക് എത്തണം? ആ ഒരു പേജിലേക്ക് എത്തണം. ഈ നെയിം റിയാക്ഷൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ദെൻ കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. കാർബൺ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ എന്ത് ചെയ്യും? കാർബൺ എന്ത് ചെയ്യും? അവിടെ കുറയും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുക. ഡീകാർബോക്സിലേഷൻ വൺ ഓഫ് ദം. പിന്നെ നമ്മളൊക്കെ പണ്ട് പഠിച്ചേക്കുന്ന 11th പഠിച്ചേക്കുന്ന ഓസോണോലൈസിസ് അതിവിടെ ഉണ്ട് അല്ലെ. ആൽഡിഹൈഡ് കീറ്റോണിലെ ഓസോണോലൈസിസ് അറിഞ്ഞു വെക്കണം. അത് കാർബൺ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ആണ്. പിന്നെ ഒരു കാർബൺ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്ന ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചാർട്ട് വിത്ത് നെയിം റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അത് അൾട്രാ ക്ലിയർ ആവാം. ദെൻ തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത് തേർഡില് നമ്മൾ പഠിച്ചത് കാർബണിന് എന്താണ്? പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് വരച്ചു അല്ലെ. പൊസിഷൻ മാറ്റുക. അപ്പോ ആ ബേസ് ഉണ്ടാക്കണം, പൊസിഷൻ മാറ്റുക. ഇതൊക്കെയാണ് വലിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ വരുന്ന ആ ടൈപ്പ് ആണ്. അപ്പൊ അത് ക്ലിയർ ആയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്?
നെക്സ്റ്റ് എന്തായിരുന്നു? അപ്പൊ കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് പറയും, കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ്, പിന്നെ എന്തൊക്കെയായിരുന്നു? ആ ബെൻസീൻ റിംഗ് അല്ലെ. ബെൻസീൻ റിംഗിൽ തന്നെ നമുക്ക് CH3 ഗ്രൂപ്പ് വരും അല്ലെ. ബെൻസീൻ റിംഗിന് മുകളിൽ CH3 ഗ്രൂപ്പ് വരും. CH3 ഗ്രൂപ്പ് വരുമ്പോ ഈ CH3 പോയിട്ട് അല്ലെ, ഇതാണ് CH2 CH3. ഇതിനെ ഒറ്റയടിക്ക് ബെൻസീൻ ആക്കണം. ഒറ്റയടിക്ക് എനിക്ക് COH ആക്കണം. ഇവിടെ നിന്ന് എനിക്കൊരു ബെൻസീൻ വേണം. ഫ്രീ ഏജന്റ് ഒന്ന് പറഞ്ഞാന്നേ. വെരി ഗുഡ്, പറഞ്ഞു. അത് റിഡക്ഷൻ ആണ്. നേരെ തിരിച്ചു പറയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4 and KOH, സ്ട്രോങ് ഓക്സിഡേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഏത് റിയാക്ഷനാണ് കിടക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡിലെ രണ്ടാമത്തെ ഹെഡിങ് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. അത് അവിടെയാ, അത് ചാർട്ടിലുണ്ട്, ഓർത്ത് നോക്കാം. ദെൻ ഇതിന്ന് ബെൻസീൻ ആക്കണം. ഒരു കാർബൺ കുറയുന്നത് എവിടെയാണ്? ഡി കാർബോക്സിലേഷൻ. ഒന്ന് പറഞ്ഞേ, ഡി കാർബോക്സിലേഷൻ. റിയേജന്റ് ഏതൊക്കെയായിരുന്നു? NaOH and CaO. NaOH and CaO, ഡീകാർബോക്സിലേഷൻ അല്ലെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടണം കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇവിടെ എന്തായിരുന്നു ആക്ച്വലി പഠിച്ചത്? KMnO4 and KOH. ഇങ്ങനെ ഇടുമ്പോ എന്ത് വരും? COOK, കുക്ക് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് ഇടുന്നു? H3O+. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ, നിങ്ങൾ ഇപ്പൊ ഞാൻ ഇത് പഠിച്ചു, അത് മനസ്സിലായി, കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെയല്ല, നമ്മൾ എന്ത് പഠിച്ചോ ഇന്ന് അത് ക്ലാരിറ്റിയിലായിരിക്കണം, അൾട്രാ ക്ലാരിറ്റി അല്ല. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ റിപ്പീറ്റേഷൻ വരുമ്പോ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാം പോവാണ്. ആക്ച്വലി ഞങ്ങളുടെ കാലത്തൊരു കഥയുണ്ട് വരുന്നത്. ഒരാള് ഒരു കല്ലിങ്ങനെ മുകളിലോട്ട് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? ഒരു 12 കാലായിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം മലയുടെ മുകളിൽ, എന്നിട്ട് ഉന്തി താഴത്തേക്ക് ഇടും. എന്തിനാ അങ്ങനെ മലയുടെ മുകളിൽ കൊണ്ടുവന്ന്? പിറ്റേ ദിവസം പുള്ളി ഇത് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ ഈ പേന എടുക്കുന്നു, കഷ്ടപ്പെട്ട് ഇതിന് മുകളിൽ വരുന്നു, എന്നിട്ട് വീണ്ടും താഴത്ത് വിട്ടു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. പക്ഷേ ഈ പേന മുകളിലെത്തിക്കണം എന്നാണ് മെയിൻ ഉദ്ദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ കല്ലെത്തിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് കല്ല് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? വീണ്ടും താഴ്ത്തോട്ടിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതേ കല്ല് എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞ ഒരു 100 കല്ല് വെക്കാനാ പറഞ്ഞത്, പക്ഷെ അയാൾ ഒരു കല്ലാ വെക്കുന്നുള്ളൂ. എന്ത് ചെയ്യണം? ആദ്യം ഫിക്സ് ചെയ്യാൻ പോയിന്റ്സ് അവിടെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണ്ട, ഒറ്റ പ്രാവശ്യം പഠിക്കാവൂ, നല്ല അൾട്രാ ക്ലിയർ ആയിട്ട് അത് അവിടെ ലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ കേട്ടേക്കുന്ന കാര്യങ്ങൾ അല്ലേ, കുറേ റിപ്പീറ്റേഷൻ വേണ്ടി വരില്ല. അതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിക്കാം. കേട്ടോ, ഓർത്തോക്കെ. എത്ര ഇന്ന സമയത്ത് ഗ്രാബ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. പക്ഷെ എന്താ, ക്വാളിറ്റി കൂട്ടുക. പഠിത്തത്തിന്റെ ക്വാളിറ്റി കൂട്ടി ടൈമൊക്കെ എടുത്ത് കറക്റ്റായിട്ട് അസസ് ചെയ്യുക. അതിൽ കൂടുതൽ വേണ്ട. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ അടുത്ത് കണ്ടന്റ് പറയാൻ പറഞ്ഞ സമയത്ത് വലിച്ചു വാരിയോ വൈഡായിട്ടല്ല പോകുന്നത്, ഷോർട്ടാ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ കൺവേർഷൻ എടുത്ത് പോയി കഴിയുമ്പോൾ എത്ര കൺവേർഷൻ, ഫസ്റ്റ് ചാപ്റ്ററിൽ എത്ര കൺവേർഷൻ ഉണ്ട് അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ബേസിക് ആയിട്ട് 5 ചാർട്ട് തന്നിട്ടുണ്ട്. ആ 5 ചാർട്ട് അൾട്രാ ക്ലിയർ ആയിട്ട് എനിക്ക് വേണം. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങൾ വരച്ച് കാണണം കേട്ടോ. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് മോൻ? അല്ല, ആ സൺഡേയിൽ ഉണ്ടായില്ലേ? അന്ന് പറഞ്ഞല്ലേ മോൻ? എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ? എഴുതിയില്ല, ബോർഡിൽ എഴുതിയില്ല. ഓക്കെ. അപ്പോ അതല്ലാത്ത ആൾക്കാർ കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച്. ഇപ്പൊ ഇന്ന് വീഡിയോ ഇടും. ആ വീഡിയോയിൽ അതുപോലെ തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. ന്യൂ ഇയറിന് മുമ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. ന്യൂ ഇയറിന് മുമ്പ് എല്ലാവരും അത് എനിക്ക് കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് പാക്ക് ആവണം. ബാക്കി ആൾക്കാരുടെ ഒപ്പം ഒരു ടീം ആവണം നമുക്ക് കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ കൺവേർഷൻസ് കറക്റ്റ് ഓർഡറിലെ നമ്പർ ഇട്ട് എഴുതും. വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ടത് ആ കൺവേർഷൻ ചെയ്യോ ഇല്ലയോ എന്നല്ല, അതിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് വേണം. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സാറേ ഇത്രയും കൺവേർഷൻ ഉണ്ട്. ടോട്ടൽ എത്ര കൺവേർഷൻ ഉണ്ട് എല്ലാ ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് അറിയോ? ഫസ്റ്റ് ചാപ്റ്ററിൽ എത്ര കൺവേർഷൻ ഉണ്ട്? എത്രയാ ഫസ്റ്റ് ചാപ്റ്ററിൽ? ആണോ? കൺവേർഷൻ ന്യൂമറേഷൻ അല്ല, കൺവേർഷൻ. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് കൺവേർഷൻ എത്രയുണ്ട്? ഓർമ്മയുണ്ടോ? എത്ര നമ്പർ ഉണ്ടെന്ന്? ശരിയാക്കി തരാം കേട്ടോ.
20 + 10 എത്രയാ? 30. ഇതെവിടെ നോക്കി, ഇത് എത്രയാ? 20. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് 10.11 എത്ര എണ്ണം ഉണ്ട് നോക്കിയേ? 10. അപ്പൊ എത്രയായി? 30. നമുക്ക് അറിയണം കേട്ടോ, ഓർത്ത് നോക്കുക. 30 കൺവേർഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ അല്ല, എല്ലാ ചാപ്റ്ററിനെയും കൺവേർഷൻസ് കറക്റ്റ് ഓർഡറിലിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. കാരണം എന്താ, അവരതിൽ നിന്ന് മിക്സ് ചെയ്ത് വേറെ ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ചാർട്ട് പഠിപ്പിച്ചേക്കുന്നത്. ആ ചാർട്ട് പഠിച്ചിട്ട് ചെയ്താൽ അത് ഒരേ വഴിയാവും കേട്ടോ, ഓർത്ത് നോക്കുക. ഇയാളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ ഒരു വഴി കൊണ്ടുപോകും, വേറെ ദിവസം വേറെ വഴി കൂടി കൊണ്ടുപോകും, വേറെ ദിവസം വേറെ വഴി കൊണ്ടുപോകും, അതിന് 10 ദിവസം 10 വഴി കൊണ്ടുപോയി. എന്ത് പറ്റും? ഇയാൾ മൊത്തത്തിൽ എന്താവും? കൺഫ്യൂസ്ഡ് ആവും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഈ പഠിച്ചേക്കുന്ന വഴികൾ ആ ചാർട്ടിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതർവൈസ് എന്ത് ചെയ്യാം, ഈ 10 വഴി പഠിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിലേക്കാണ് വേണ്ടിയിട്ട്. അങ്ങനെയല്ല, നമ്മൾ ഈ പോകുന്ന വഴിയിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ കലൂര് വരെ പോകുന്നു. ആ കലൂര് പോകുന്ന വഴിയിൽ ഹോട്ടൽ ഏതൊക്കെയുണ്ട്, ബേക്കറി ഏതൊക്കെയുണ്ട്, എന്തിനാ ഫുഡിന് വേണ്ടിയിട്ടേ അറിയാം അല്ലെ. ഓക്കെ, ദെൻ ക്ലോത്തിന്റെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ അടുത്തേക്ക് പോകും അല്ലെ. അല്ലാതെ ഇവിടെ നിന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയി അങ്ങനെയാണോ വാങ്ങിക്കണം, എനിക്ക് അറിയില്ലായിരുന്നു, ഇവിടെ ഉണ്ട്, അങ്ങനെ ആവും. അതുപോലെയാണ് ഷോർട്ട് വഴികൾ. കൺവേർഷനിൽ പഠിക്കുമ്പോൾ ഒരു വഴി ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി. അതാണ് നമ്മൾ മാപ്പ് മെത്തേഡായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എത്രയും വേഗം ആ മാപ്പ് പോലെ ഇങ്ങനെ തന്നേക്കുന്നത് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തുടങ്ങാണ് കേട്ടോ. ക്വസ്റ്റൻ എഴുതി വെച്ചാൽ ആദ്യം 10.11 എഴുതുക കേട്ടോ. 10.11 10.11 അല്ല, ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ്. 6.11 കേട്ടോ. ഓക്കെ, 6.11 പുതിയ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെക്കാം. എത്തനോൾ ടു ബ്യൂട്ട് 1YNE. എത്തനോൾ ടു ബ്യൂട്ട് 1YNE. നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ചെയ്ത് പോവാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. ഈഥെയ്ൻ ടു ബ്രോമോ ഈഥെയ്ൻ. ഈഥെയ്ൻ ടു ബ്രോമോ ഈഥെയ്ൻ. ഈഥെയ്ൻ ടു ബ്രോമോ ഈഥെയ്ൻ. ഈഥെയ്ൻ ടു ബ്രോമോ ഈഥെയ്ൻ. Next question, propene to 1-nitropropane. Propene to 1-nitropropane. Propene to 1-nitropropane. Propene to 1-nitropropane. 5 ആവുമ്പോ പറയണം കേട്ടോ. Toluene to benzyl alcohol. Toluene to benzyl alcohol. The next, propene to propine. Propene to propine. Propene to propine. 5 കേട്ടോ. ഓക്കെ, നമുക്ക് 5 വെച്ച് വേഗം ചെയ്ത് 30 ക്വസ്റ്റ്യൻ കേട്ടോ ഓർത്ത് നോക്കാം. നമുക്ക് ചെയ്യാൻ നോക്കാം. 30 ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാം മാച്ച് കളയും. അത് കഴിഞ്ഞിട്ട് എക്സാം അപ്പൊ തന്നെ കേട്ടോ ഓർത്ത് നോക്കാം. 30 പഠിക്കാൻ നോക്കാം. വേറെ ഒന്നും ഫോക്കസ് ചെയ്യരുത്. വീട്ടിൽ പോയിട്ട് അത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ചാർട്ട് നോക്കാം. ഇടക്കിടക്ക് ആ ചാർട്ട് നോക്കാനേ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ എഴുതി പഠിക്കാനൊന്നുമല്ല പറയണേ, വലുതാക്കി എഴുതി വെക്കണം. വലിയ ഷീറ്റിൽ പരമാവധി കാണാവുന്ന വിഷ്വലൈസേഷൻ മെത്തേഡ് എന്നാണ് അതിനെ പറയാ. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഏറ്റവും വലുതായിട്ട് ഒരു ഡ്രീം പോലെ ഇങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിലേക്ക് ആപ്റ്റ് ആവും. അപ്പൊ നമ്മൾ പഠിക്കുന്നതിനെ പതുക്കനെ അതിലേക്ക് കണക്ട് ചെയ്യും. ബുദ്ധിമുട്ടുള്ളത് മാത്രം അതിലുള്ളൂ. ഒറ്റയടിക്കുള്ള സ്റ്റെപ്പുകളിലൊന്നും നമ്മൾ നോക്കൂല അല്ലെ. ഓക്കെ, ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ നിങ്ങൾ മാപ്പൊക്കെ എടുത്തിട്ടാണോ പോവാ? ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലേ ഷോർട്ടസ്റ്റ് ഇത് അല്ലെ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വഴിമാറി പോകണം. അതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ വലുതിന് മാത്രമേ ആവശ്യമുള്ളൂ. ഏറ്റവും ടഫസ്റ്റിനാണ് തന്നേക്കുന്നത്. അപ്പൊ ചെറിയതെല്ലാം ചാപ്റ്റർ വൈസ് ചെയ്താ. ഈ ചാപ്റ്ററിൽ ഇപ്പൊ കാണുന്ന 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നുള്ളൂ, ബുദ്ധിമുട്ടുള്ളൂ. അതിനാ ചാർട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത എല്ലാം എന്താ ഡയറക്റ്റാ, ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ ഏറ്റവും ഈസിയസ്റ്റാ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്തു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഒപ്പം പോകണം കേട്ടോ. എന്നിട്ട് പഠിക്കാം, മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യാം. എത്തനോൾ ടു എത്തെന്ന് പറയുമ്പോൾ 2 കാർബൺ ഓൾ OH കൊടുത്തു. എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എത്തനോൾ ടു ബ്യൂട്ട് 1YNE. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്.
2 3 4 1 YNE ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു CH3. ഇനി ഈ റിയാക്ഷൻ്റെ ഇത് നിങ്ങൾ ഗൈഡുകൾ നോക്കിയാലും ബാക്കി ബുക്കുകൾ നോക്കി കഴിഞ്ഞാലും ഇതിന്റെ ഇടയിൽ ഇത് 11th ആണ്. ഈ ഇക്വേഷൻ എവിടെയാ 11th. YNE എവിടെയാ പഠിച്ചേ? 11th. പ്ലസ് 2 പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതൊക്കെയാ? ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അതില് ഈ YNE എന്ന് പറയുന്നത് YNEയുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് 2 എണ്ണം ഉള്ളൂ. ഒന്ന് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്, രണ്ടാമത് സോഡാമൈഡ് എന്താ പറയുന്നത്? സോഡാമൈഡ്. അതിന്റെ പ്രിപ്പറേഷൻ കാണിക്കുന്നുണ്ട്. സോഡാമൈഡ് പ്രിപ്പറേഷൻ മിക്ക ഗൈഡുകളിലും ഉണ്ട്. അത് വേണ്ട, നിങ്ങൾക്ക് ഞാൻ ഈ എഴുതുന്ന മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. ഓർത്തോക്കെ. വേറെ ബുക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും. അതെ സാറേ ഇത് ഇങ്ങനെയാണ്, അത് വേണ്ട കേട്ടോ. ഓർത്തോക്കെ. നമുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 മെത്തേഡാണ്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, രണ്ടാമത് അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ളത് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വെക്കണം, ഇതിപ്പോ ഒരു സാമ്പാർ വെക്കണം, അങ്ങനെയാണെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സാമ്പാറിന്റെ പൗഡർ വാങ്ങിക്കാം, അത് ഇടാം, എന്നിട്ട് കുക്ക് ചെയ്യാം. വേറെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സാമ്പാറിന്റെ പൗഡർ ഉണ്ടാക്കണം. വേറൊരാൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ മല്ലിയൊക്കെ ഉണ്ടാക്കുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഏതാ ഏറ്റവും ബെസ്റ്റ് നല്ലത്? അല്ലേ? മല്ലിയൊക്കെ തനിയെ ഉണ്ടാക്കി എന്നിട്ട് അത് നാച്ചുറൽ ആക്കി എടുത്ത് അല്ലേ, ഓർഗാനിക് ആയിട്ട് വീട്ടിൽ നിന്നൊന്നും ഇല്ലാതെ അത് ചെയ്യുന്ന അതുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാം നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ ചെയ്യണ സമയത്ത് മിക്ക ഗൈഡുകളിലും അവർ ചെയ്യുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1/2 മണിക്കൂർ പിടിക്കും, നമുക്ക് എക്സാം കഴിഞ്ഞ് പോകണ്ടേ. അപ്പൊ അത് നടക്കൂല. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് മതി കേട്ടോ. ഓക്കെ. മാർക്കൊക്കെ സെയിം ആ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് ചെയ്യണ സമയത്ത് ആദ്യം OH പോയിട്ട് Cl വരാൻ എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞ മക്കള്. OH പോയിട്ട് Cl വരാൻ SOCl2. വെരി ഗുഡ്. ഡൺ കേട്ടോ. അങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം. ഇനി Cl പോയി OH വരാൻ ആർക്കെങ്കിലും പറഞ്ഞേ? Cl പോയി OH വരാൻ. Cl പോയി OH വരണം. OH പോയി Cl വരാൻ. വെരി ഗുഡ്. SOCl2. വാട്ടർ ഉണ്ട്, ഓപ്പൺ ഡാഷ് ഉണ്ട്. അക്വസ് NaOH, അക്വസ് NaOH ഉണ്ടോ? അപ്പൊ തിരിച്ചാണെങ്കിൽ Cl പോയിട്ട് OH വരാനായിട്ടാണെങ്കിൽ അക്വസ് NaOH ഒന്ന് ഓർത്ത് നോക്കാം. ഇനി ഇവിടെ ഒന്ന് 8 സ്റ്റെപ്പ് ഉള്ളൂ. ഇതില് CH ട്രിപ്പിൾ ബോണ്ട് CBr സോറി CNA സോഡിയം എത്തനൈഡ് എന്നാണ് വരുന്നത്. ഈ NaCl പോവും. NaCl NaCl പോയാൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യും. CH3 CH2 പിന്നെ എന്നിട്ട് EC കണ്ടോ? EC പിന്നെ CH. അങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഏറ്റവും ഈസിയസ്റ്റ് ഇതാണ്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കാം, മറക്കരുത്, പഠിച്ചു വെച്ചേക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞു. നമുക്കിത് എല്ലാം ചെയ്യണം. പറഞ്ഞു ഇവിടെ പറഞ്ഞേക്കണോട്ട് തന്നെ. എന്തായിരുന്നു? ഈഥൈൻ ടു ഈഥൈൻ ആണ് ടു ബ്രോമോ. ഇതുണ്ടോ? നമ്മൾ ഇപ്പൊ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ആക്ച്വലി ഈഥൈൻ ടു ബ്രോമോ ഈഥൈൻ തന്നെയാണ് അല്ലേ? ഓക്കെ. എവിടെയായിരുന്നു? ഈഥൈൻ ടു ബ്രോമോ ഈഥീൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഈഥീൻ ആണ്. ഈഥൈൻ ടു ബ്രോമോ ഈഥീൻ കേട്ടോ. ഓക്കെ. ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും എറർ വന്നതായിരിക്കാം. ബ്രോമോ ഈഥീൻ ENE കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഈഥൈൻ ടു ബ്രോമോ, ഇത് ഈഥൈൻ തന്നെയാണ്. ബ്രോമോ ഈഥീൻ ആണ് വേണ്ടത്. മറ്റേതാണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ നടന്നാണ്. എന്തായിരുന്നു ഒരാൾ പറഞ്ഞ റിയാക്ഷൻ ആണ് ആക്ച്വലി. ആ റിയാക്ഷൻ ഒന്ന് പറഞ്ഞേ. യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ റിയാക്ഷൻ. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ ചെയ്താൽ എന്ത് വരും? Cl2 ആൻഡ് UV ലൈറ്റ് അല്ലേ? നേരത്തെ മോനും പറഞ്ഞു അല്ലേ? അപ്പൊ എന്ത് വരും? CH3 CH2 Cl. ഓർത്ത് നോക്കാം. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതില് ഡബിൾ ബോണ്ട് വരാനായിട്ട് എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് വരാനായിട്ട് എന്ത് ചെയ്യണം? ഈഥീൻ വരാൻ എന്ത് ചെയ്യണം? ഈഥീൻ വരാൻ എന്തായിരിക്കും? ഈഥീൻ വരാൻ ബീറ്റ എലിമിനേഷൻ എന്നാണ് റിയാക്ഷന്റെ പേര്. ആരെങ്കിലും പറ. ബീറ്റ എലിമിനേഷൻ. ബീറ്റ എലിമിനേഷൻ. ആൽക്കഹോളിക് KOH എന്തായിരുന്നു? ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH ഓർ NaOH. അപ്പൊ അക്വസ് ആണെങ്കിൽ എന്ത് കിട്ടും? ന്യൂക്ലിയോഫിലിക്
സബ്സ്റ്റിറ്റ്യൂഷൻ. ആൽക്കോളിക് KOH ആണെങ്കിൽ എലിമിനേഷൻ. ഉണ്ടോ ഓർത്ത് നോക്കുക, ആൽക്കോളിക് KOH എലിമിനേഷൻ. ഉണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ കിട്ടണം, നമ്മൾ ഓർത്ത് നോക്കുക. ഉണ്ടോ ഇവിടെ നിന്ന് എനിക്ക് ഈ വ്യൂ കിട്ടുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള വഴികൾ കറക്റ്റ് ആയിട്ട് എനിക്കറിയാം, അതുകൊണ്ട് മാത്രം അവിടെ എത്തുന്നത്. ഇനി എന്ത് ചെയ്യും, 2 സ്റ്റെപ്പും കൂടി ഉണ്ട് നമുക്ക് അല്ലെ. ഇവിടെ വെച്ച് BR2 നോക്കാം, BR2 ആൻഡ് CCl4. നിങ്ങൾക്ക് അതിലെ ഏറ്റവും ഇതുണ്ട് വിസ്നൽ ഡൈഹാലൈറ്റ്. ഓർമ്മയുണ്ടോ വിസ്നൽ ഡൈഹാലൈറ്റിനാ? ഇവിടെ ഒരു BR വരും, ഇവിടെ ഒരു BR. ആ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തു പോകും. ഓർത്തോക്കാം, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ക്ലിയർ ആയിട്ട് വരും വിസ്നൽ ഡൈഹാലൈറ്റ്. ആ ചാർട്ടാണ്, ഒരു ചാർട്ടാണ്, അതൊരു ചാർട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക, ചാർട്ടിലുണ്ട്. അതിലാണ് പൊസിഷൻ മാറ്റുക എന്നാണ് അതിനെ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ചാർട്ടിലുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ നേരത്തെ ഇതുപോലെ HBr എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ആൽക്കഹോളിക് KOH കൊടുത്തു കഴിഞ്ഞാൽ, ആൽക്കഹോളിക് KOH കൊടുത്താൽ CH2 ഡബിൾ ബോണ്ട് CH2Br ഇവിടെ നിന്ന് വെച്ചു ഡബിൾ ബോണ്ട് ആവും കേട്ടോ. ഇതാണ് ആൻസർ കേട്ടോ, CH2 ഡബിൾ ബോണ്ട് CH-Br. ഹെയർ സ്റ്റൈൽ മാറ്റി വെറൈറ്റി ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തേർഡ്, അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ, എൻ്റെ ഒപ്പം എഴുതി പോകണം കേട്ടോ. പ്രൊപ്പീൻ ടു 1 നൈട്രോ അല്ലേ. പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ CH3 ENE ആണോ? ENE 1 നൈട്രോ പ്രൊപ്പൈൻ. BR പോയിട്ട് NO2 തന്നെ എന്തായിരുന്നു? ഒരു ഗീവ് റീസൺ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റൻ ആണത്. BR പോയിട്ട് NO2 വരാൻ, BR പോയിട്ട് NO2 വരാൻ. KCN ആൻഡ് AgCN ഓർമ്മയുണ്ടോ? KCN വന്നാൽ എന്ത് വരും? CN വരും. AgCN വന്നാൽ NC വരും. വാട്ട് ഇസ് ദ റീസൺ? ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. അതേ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്തായിരുന്നു? KCN ഡാഷ് ആണ്, പ്രീഡോമിനന്റ്ലി അയോണിക്. ആ വേർഡ് പറയുമ്പോൾ കിട്ടണുണ്ടോ? KCN പ്രീഡോമിനന്റ്ലി അയോണിക് ആണ്. AgCN കോവാലന്റ് ആണ്. AgCN എന്താ? കോവാലന്റ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണത്. ആ എക്സാമ്പിൾ ക്വസ്റ്റ്യന്റെ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു പേജ് ഉണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN2. അതിന്റെ താഴെ ഒരു ടേബിൾ ഉണ്ട്. ടേബിൾ ഓർമ്മയുണ്ടോ? അവിടെ AgNO2 ആൻഡ് KNO2 ഏതാണ് ഇവിടെ ഇടേണ്ടത്? ഒരെണ്ണം ഇട്ടാ NO2 വരും, വേറെ ഒരെണ്ണം ഇട്ടാ ONO വരും. ONOയുടെ പേരെന്താ? ONO വന്നാൽ എന്തായിരിക്കും? AgNO2 ഇടണോ ONO2 ഇടണോ? നിങ്ങൾക്ക് ആ ടേബിൾ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുതും ഇത് NO2 എവിടെ വന്നു ഇവിടെ ഓർത്ത് നോക്കുക. എനിക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോവാം, പക്ഷെ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഈ ഇക്വേഷൻസുകൾ ഇങ്ങനെ ചെയ്യുന്നു അല്ലെ? ഓക്കെ, ആണോ KNO2 ആണ്? എന്തുകൊണ്ട്? ഈ ടേബിൾ ആണ് ഓർത്തോ, ഈ ടേബിളിലാണ് NO2 കിടക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, ഇവിടെ നോക്കിയേ, KCN AgCN, അത് കഴിഞ്ഞിട്ട് KNO2 ഉണ്ടോ ONO, ദെൻ AgNO2 എന്താ RNO2 കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പോ AgNO2 ആണ്. അപ്പൊ പറഞ്ഞ കറക്റ്റ് ആയി അല്ലേ? ഓക്കെ, ഓർത്ത് നോക്കുക. അതിന് താഴെ അമോണലിസിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു റിയാക്ഷൻ കാണുന്ന സമയത്ത് അത് എവിടെ നിന്ന് വന്നു? AgNO2. അപ്പൊ NO2 വരും. ദെൻ KNO2 എന്ത് വരും? ONO ഉണ്ടോ? ONO ആയിട്ട് മാറും. ഇത്
NO2 വരും. അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞോ. നെക്സ്റ്റ് ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ടോളുവിൻ എന്തായിരുന്നു? ബെൻസീനിന് മുകളിൽ CH3. ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓർത്തോക്കെ ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. അങ്ങനെ ചെയ്യും പറ. ഞാൻ അതേ കാണിച്ചു തരാം. ഇത് കണ്ടോ, റിയേജന്റ് എങ്കിലും കിട്ടണം നിങ്ങൾക്ക്. ഇതിന്റെ ഇടയിലുള്ള റിയേജന്റ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തതിലുണ്ട് Cl2 യൂവിലൈറ്റ്, അങ്ങനെ കിട്ടണം. H പോയിട്ട് Cl വന്നാൽ Cl2 and UV ലൈറ്റ്, Cl2 and UV ലൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ കിട്ടണം Cl2 and UV ലൈറ്റ്. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, Cl2 and UV ലൈറ്റ് കണ്ടോ. നമ്മൾ പഠിച്ച ഒരെണ്ണം മര്യാദക്ക് പഠിച്ചാൽ പോലും അവിടെ കിട്ടും. അവിടെ പോകണ്ട. ഇവിടെയും എന്താ H പോയിട്ട് Cl വന്നു, ഇവിടെയും H പോയിട്ട് എന്ത് വന്നു? Cl വന്നു. കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എനിക്ക് OH പകരം NO2 കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും? AgNO2. കണ്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഈ Cl പകരം OH കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും? Cl പകരം OH വരാൻ എന്താ? അക്വസ് NaOH. അതാണ് പഠിക്കേണ്ടത്. 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം ക്ലിയർ ആയിട്ട്. Cl പോയി OH വരാൻ എന്താ? അക്വസ് NaOH. പെട്ടെന്ന് കിട്ടണം, അതർവൈസ് മറന്നു പോകും കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? Cl പോയിട്ട് OH വരണം, അപ്പൊ അക്വസ് NaOH. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഞാൻ പറയണം കേട്ടോ. അവനെ പ്രൊപ്പീൻ ടു ENE ടു YNE. ആ, പ്രൊപ്പീൻ കണ്ടോ. പ്രൊപ്പീൻ ടു പ്രൊപ്പൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? നോക്കട്ടെ. ഏതാ മോനെ? SOCl2 ഇട്ടാ എന്താ പറ്റാ? SOCl2 അവിടെ എന്താ വരാ? OH പോയി Cl ആവും. വേണ്ട, Cl പോയി OH വരാൻ അക്വസ്. അപ്പൊ ഇത് എടുത്തപ്പോ ഞാൻ പറഞ്ഞാണ്ട തിരിച്ച് Cl പോയി OH വരാൻ. അതിങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ കണ്ട ഈ Cl പോയിട്ട് OH വരും കേട്ടോ. SOCl2 ഇടുമ്പോ എന്താ? OH പോയിട്ട് Cl വരും കണ്ടോ. അങ്ങാടി കിടക്ക് മാറിപ്പോകും. അതങ്ങനെ മാറി കറക്റ്റ് ആവണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് തന്നെ. ദെൻ പ്രൊപ്പീൻ ടു പ്രൊപ്പൈൻ തന്നെയാണ്. എന്തായിരിക്കും? പ്രൊപ്പീൻ ടു പ്രൊപ്പൈൻ. നേരത്തെ ചെയ്ത പോലെ ഞാൻ എഴുതാം. അതിന്റെ ഇടയിലുള്ള റിയേജന്റ് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ എന്താ ഇടണ്ടേന്നൊക്കെ. ഓക്കെ, ഇതെന്തായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ശരിയാ പറഞ്ഞു. അല്ലെ, Br2 and CCl4. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് 11th ആണ് ആക്ച്വലി. YNയുടെ പ്രിപ്പറേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു? ചെയിൻ കൂട്ടിയത് കൊണ്ടാണ് ഉണ്ടോ. ഇവിടെ 2 എണ്ണം ഉണ്ടായോളൂ. ഈ കൂട്ടി 2 എണ്ണം കൂടി. ഇനി 5 എണ്ണം കൂട്ടണമെങ്കിലും പറ്റുകൂടാ. ഞാനിവിടെ ഇട്ടു പുറത്ത്. അങ്ങനത്തെ ചോദിക്കുള്ളൂ വരുന്നത്. അത് 11th ആണ്. അപ്പൊ YNE വരുന്ന എല്ലാം എവിടെ തന്നെയാ? 11th ആണ്. 11th നിങ്ങൾക്ക് 2 ഇക്വേഷൻസേ പഠിച്ചിട്ടുള്ളൂ YNEയുടെ ഇതിൽ. അതിൽ അടുത്ത ഈ ഇവിടെ ഉപയോഗിക്കുന്നതാണ് സോഡ അമൈഡ്. അതിന്റെ പേരെന്താ? സോഡ അമൈഡ്. അപ്പോ നേരത്തെ ശ്രദ്ധിക്കുക, ഈ ആൽക്കഹോളിക് വെച്ചിട്ടാലും നിങ്ങൾക്ക് മാർക്ക് തരുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ആൽക്കഹോളിക് വെച്ചിടുമ്പോൾ എന്ത്? ഈ Br-ഉം H-ഉം പോയിട്ട് വീണ്ടും ഡബിൾ ബോണ്ട് ആവും. ഓക്കെ, വീണ്ടും ആൽക്കഹോളിക് വെച്ചിട്ടാലോ? പക്ഷെ ഏറ്റവും ഫസ്റ്റ് ആൽക്കഹോളിക് KOH ആൻഡ് NaNH2. ഇതിനെ വിളിക്കുന്ന പേര് സോഡ അമൈഡ് കേട്ടോ. ഓക്കെ, സോഡ അമൈഡ്. ഇത് രണ്ടും കൂടി ഇടുന്ന സമയത്ത് ഈ Br ഇവിടെ നിന്ന് H-നെ കൊണ്ടുപോകും, HBr പോയി. ഈ Br-ഉം ഇവിടെ നിന്ന് H-ഉം പോകും, അപ്പൊ HBr പോയി. അങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. എലിമിനേഷൻ. എന്താണ്? എലിമിനേഷൻ. വേഗം എഴുതുക കേട്ടോ.
അപ്പോൾ കൺവേർഷൻ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്ക് എല്ലാ ചാപ്റ്ററിലുള്ള കൺവേർഷൻസ് ഓർഡറിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഓർഡറിൽ എഴുതിയിട്ട് വീട്ടിൽ പോയിട്ട് അത് മുഴുവനും കേട്ടോ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ തീർത്ത് കളഞ്ഞിട്ടാണ് കൊണ്ടുവരേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു ആ ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ കൂടുതലായിട്ട് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കുക, ഒരു 6 ചാർട്ട് തന്നല്ലോ. ഓക്കെ, അത് പഠിച്ചിട്ട് അതിലേക്ക് പതുക്കനെ കണക്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കനെ കിട്ടി തുടങ്ങും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ എഴുതാം കേട്ടോ. എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്. ethanol to ethyl fluoride. ethanol to ethyl fluoride. ethyl fluoride 6 കേട്ടോ, നമ്പർ 6 ആണ് ഇത്. 6.11 ആണ്. അതില 6th ക്വസ്റ്റ്യൻ ആണ്. ethanol to ethyl fluoride. 7th ക്വസ്റ്റ്യൻ bromomethane to propanol. bromomethane to propanol. bromomethane to propanol. bromomethane to propanol. The next 8th question, but 1 into but 2ene. but 1ene to but 2ene. but 1ene to but 2ene. അടുത്ത question, chlorobutane to n-octane. chlorobutane to n-octane. n-octane, നോർമൽ ഒക്ടേൻ കേട്ടോ. ഒക്ടേൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഇല്ല എന്നുള്ളതാണ് എന്നെ കൊടുത്ത നോർമൽ ഒക്ടേൻ. ദെൻ നെക്സ്റ്റ് ബെൻസീൻ ടു ബൈഫിനൈൽ. ബെൻസീൻ ടു ബൈഫിനൈൽ, ബി-ഐ, ബൈഫിനൈൽ. ബെൻസീൻ ടു ബൈഫിനൈൽ. ബൈ അല്ലെങ്കിൽ ഡൈഫിനൈൽ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ബൈഫിനൈൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നു, ടെക്സ്റ്റ് ബുക്കിലകത്ത് ഡൈഫിനൈൽ എന്നും കൊടുത്തിട്ടുണ്ട്. രണ്ടും റൈറ്റ് ആണ്. ബെൻസീൻ ടു ബൈഫിനൈൽ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ എത്ര? 10 കേട്ടോ. ഓക്കെ, അപ്പോ 6.11 10th ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞേ? മൊത്തം കൺവേർഷൻ 30. അപ്പോ നിങ്ങൾ ഓർത്തു വെക്കുക, ഓരോ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിൽ കുറവാ വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതലുള്ള കൺവേർഷൻ ഉള്ളത് അമീനാണ്. ആക്ച്വലി ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അമീനാണ് കേട്ടോ. അമീനിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ വരുന്നത്. അടുത്ത ചാപ്റ്റർ ആണ് ഏറ്റവും കുറവ് കൺവേർഷൻ ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ളത്. ഏറ്റവും എളുപ്പമുള്ളതും ആൽക്കഹോൾ ഫിനോൾ. അമീനിൽ അതല്ല, ഏകദേശം 10 + 10 20 അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഒരു 3-4 ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ വരുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോ ടോട്ടൽ ഒരു 50 കൺവേർഷൻ. ടെക്സ്റ്റ് ബുക്ക് തീർന്നു. പിന്നെ ഒരു 50 കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർന്നു. 100 കേട്ടോ. ഓർത്ത് നോക്കാം. അതും ഇത്രയും നമ്മൾ ചെയ്യുന്നത് കൺവേർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ എല്ലാ റിയാക്ഷൻസുകളിലും നിങ്ങൾക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാം. ഇനി ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ടൈമാണ്. അടുത്ത 5 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് പോലെ ഇടും. 5 10 പഠിച്ചു നോക്കും കേട്ടോ. ഓക്കെ, 10 പഠിച്ചു നോക്കുക, എന്നിട്ട് പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. എങ്ങനെ പഠിക്കണം? ഓയിച്ച് പോയിട്ട് YNE വരാൻ അല്ലേ, എന്തൊക്കെ ചെയ്തു അത് ഇങ്ങനെ കറക്റ്റ് ആ ഓർഡറിലേക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, H പോയിട്ട് Cയിൽ വരാൻ Cl2 and UV കണ്ടോ, ഓർത്ത് വെക്കുക. ദെൻ Cയിൽ പോയിട്ട് അവിടെ എന്താ ചെയ്തേക്കുന്നത്? ഡബിൾ ബോണ്ട് വരാൻ കണ്ടോ, ആൽക്കഹോളിക് ക്വേവേജ്. Cയിൽ പോയിട്ട് ഡബിൾ ബോണ്ട് വരണം. ദെൻ ആ ഡബിൾ ബോണ്ടിന് വീണ്ടും കണ്ടോ 2 Br വരണം, എന്നിട്ടാണ് YNEയിലേക്ക് വരുന്നത് കണ്ടോ. ഓക്കെ, ENEയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കും. ഇവിടെ എന്താ, ഈ ഒരു Br-ഉം ഒരു H-ഉം പോകും കണ്ടോ. ഈ ആൽക്കഹോളിക് വെച്ച് വേറെ എവിടെയൊക്കെ വരുന്നുണ്ട്, അങ്ങനെയും കൂടി ഓർത്ത് നോക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും വന്നു കണ്ടോ. ഓക്കെ, ദെൻ അക്വസ്ക് വെച്ച് വരുമ്പോ എന്താ, Cയിൽ പോയി OH വരും കേട്ടോ. സെയിം കോമ്പൗണ്ടാ, ഹാലജന. ആൽക്കഹോളിക് വെച്ച് വരുമ്പോ അങ്ങനെ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ തേർഡ് ചാർട്ട്. തേർഡ് ചാർട്ടിൽ പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ് വരുന്നത്. ഈ ചാപ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെയിൻ ചാർട്ട് അതായിരുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്ത ചോദിച്ചു, സോഡാമൈഡ്. അത് ഇതിനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ Br-ഉം H-ഉം കൂടി രണ്ടാമത് പോകും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇത് കണ്ടോ. ഇവിടെ നിന്ന് ഈ Br-ഉം ഈ H-ഉം കൂടി പോകണമെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഫോഴ്സ്ഫുൾ ആയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 11th പഠിച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, 11th പ്രിപ്പറേഷൻ ഓഫ് INE രണ്ടാമത്തെ ഹെഡിങ്ങിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എഴുതണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറഞ്ഞു ഫസ്റ്റ് ethanol to ethyl fluoride. ഇത്രയും വരെ ഓക്കെ അല്ലേ? 10 വെച്ച് നമുക്ക് ചെയ്തു പോവാം.
എത്തനോൾ, അല്ലെ, ഓൾ, OH, എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. ഇതെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്. വെരി ഗുഡ്. SOCl2 കൊടുത്തു, CH3 CH2 Cl, ഇതാണ് പോസിറ്റീവ് സൈൻ. ഓക്കെ. AgF, ആ റിയാക്ഷന്റെ പേരെന്താ? സ്വാട്സ്. അങ്ങനെ കിട്ടണം ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുമ്പോ ആ ക്ലാസ് ഇങ്ങനെ പതുക്കനെ ചാർജ് ആയി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് അല്ലേ ഒരു ഇതില്ലാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. തെറ്റിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്ന സമയത്ത് അവിടെ എനിക്കറിയില്ല, ഞാൻ പോകില്ല, അങ്ങനെയല്ലോ, നമ്മൾ നോക്കി അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതുപോലെയാണ് ഇതൊരു മൂവിങ് ഗെയിം ആണ് ആക്ച്വലി കേട്ടോ. ഓക്കെ. അടുത്ത നെക്സ്റ്റ് വേഗം പറഞ്ഞു പോകണോട്ടോ, ഒപ്പം എഴുതി പോണോട്ടെ നിങ്ങള്. ബ്രോമോമീഥൈൻ ടു പ്രൊപ്പനോൺ. ആരെങ്കിലും വേഗം പറഞ്ഞേ. ബ്രോമോമീഥൈൻ ടു പ്രൊപ്പനോൺ. ശ്രദ്ധിച്ച, ഒരു കാർബൺ ആണ്, അതിൽ നിന്ന് 3 കാർബണിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ബ്രോമോമീഥൈൻ ടു പ്രൊപ്പനോൺ. ഒരു ക്ലൂ തരാം. ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതാണ് സാറാ. പറ, ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഗ്രിഗ്നാർഡ് റിയേജന്റ് ആക്കി തരാം. Mg ഇട്ടു, ഡ്രൈ ചെയ്ത് CH3 MgBr ആക്കി ഞാൻ ഇതിനെ. CH3 MgBr പ്ലസ് ഡാഷ് ഗീവ്സ്, ഇന്നിപ്പോ പറഞ്ഞതാ, സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോളിനെ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ കിട്ടും. ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് ഡാഷ്, അതാണ് ആ മുകളിൽ എഴുതേണ്ടത്. ഇന്ന് പറഞ്ഞതല്ലേ, ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് ഡാഷ് ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. പറയേ, RCHO അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഇവിടെ ഒരു CH3 ഉള്ളൂ അല്ലെ. നമുക്ക് ബാക്കി എത്ര കാർബൺ കൂടണം? 2 എണ്ണം. അപ്പൊ എന്തായിരിക്കും? CH3 CH ഉണ്ടോ, ഓർത്ത് നോക്കുക ഉണ്ടോ. ഇവിടെ ഇനി എന്ത് കൊടുക്കണം? H2O ആൻഡ് H+. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ MgBr അല്ലെ അവിടെ അങ്ങ് പോകും. ഈ CHO എന്തായി മാറും? OH ആവും, സെക്കൻഡറി ആൽക്കഹോൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് അല്ലെ എത്തനാൽ ഓറിയനിഹൈർ ആൽഗേറ്റ്. ഇവിടെ 2 കാർബൺ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത, ടോട്ടൽ 3 ആണ്, ഇവിടെ ഒരെണ്ണമുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു ഉണ്ടോ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതും പറയാം. സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ ഡാഷ് ആണ് റിയേജന്റ്. ശരിയാ? കേട്ടില്ല? RCN അല്ലേ. അത് ജ്യോതിഷ് ഉപയോഗിച്ചത് ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് എന്താണ്? സയനൈഡ് അല്ലെ. ഗീവ്സ് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. അങ്ങനെ വേറെ വഴി ചെയ്യാം. അത് ഇവിടെ നിന്ന് തൊട്ട് ചെയ്യാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇവിടെ CH3 CN പ്ലസ് H2O ആൻഡ് H+. അത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് എന്തായിരുന്നു? സയനൈഡ് ഗീവ്സ് കീറ്റോൺ. ഇത് കിട്ടും. അല്ലാതെ ഇത് ഞാൻ എന്തുകൊണ്ട് ഈ വഴി പിടിക്കണമെന്ന് പറഞ്ഞാൽ, ഈ വഴി വേറെ കുറെ ഗുണങ്ങളുണ്ട്. കാരണം ഇത് തരുമ്പൊക്കെ അറിയണം. 2 വഴി ചെയ്യാം. ഇതിങ്ങനെ കിട്ടി. ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നതാണ് നിങ്ങൾ CrO3 or PCC. CrO3 or PCC, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. മൈൽഡ് അല്ല, ഒരു മീഡിയം ഓക്സിജൻ കേട്ടോ. അപ്പൊ അത് മറക്കരുത് കേട്ടോ. CrO3 or PCC, പിരിഡിനം ക്ലോറോക്രോമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. 2 വഴി എഴുതി വെച്ചു. ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് CH3CN ആൻഡ് H2O ഗീവ്സ് എന്ത് കിട്ടും? കീറ്റോൺ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ ആക്കി അതിന് ഓക്സിഡേഷൻ ചെയ്താലും കിട്ടും. 2 വഴി എഴുതി വെച്ചു. നെക്സ്റ്റ് എന്താ? ഞാൻ പറയാം സമയം കളയാം. But 1 into എന്താ മോനെ ചോദിച്ചു മോനെ? ഇപ്പൊ എന്താ ഡൗട്ട് ചോദിച്ചോ?
ഇല്ല. ബ്യൂട്ട് 1 into ബ്യൂട്ട് 1 into ബ്യൂട്ടുയീൻ അല്ലേ? എന്ത് ചെയ്യണം? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. ആദ്യം ആ ഡബിൾ ബോണ്ട് മാറ്റണം. അതിനെന്ത് കൊടുക്കണം? പെറോക്സൈഡും HBr ആണോ, വെറും HBr ആണോ? വെറും HBr കേട്ടോ. ഓക്കെ, ഏതാ മോനെ? അത് വേണ്ട, അപ്പൊ 2 Br വരും കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്ക് HBr കൊടുക്കുമ്പോ എന്ത് വരും? ഈ CH3CHBr. Br നമുക്ക് ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ പെറോക്സൈഡ് കൊടുത്താൽ അറ്റത്ത് കിട്ടും. അറ്റത്ത് കിട്ടിയാൽ വീണ്ടും അത് തന്നെയാവും. ഓക്കെ, അപ്പോ ഇത് ആണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഒറ്റ സ്റ്റെപ്പാണ്. ഇത്ര സമയം ചെയ്തതാണ്, ഞാൻ പറഞ്ഞു തരില്ല. അതുകൊണ്ട് ഇത്രയും സമയം നിങ്ങൾ ചെയ്തതാണ്. വേഗം ഒന്ന് പറഞ്ഞേ. Br പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് വരാനായിട്ട് എന്താ ചെയ്യണ്ടേ? ബീറ്റ എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞു. റിയേജന്റ് പറ. ആൽക്കഹോളിക് KOH കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഇവിടുന്ന് കുറെ റിയാക്ഷൻ ചെയ്തു. അത് കാണാതെ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ Br പോയിട്ട് ഡബിൾ ബോണ്ട് വരാൻ കേട്ടോ ഓർത്ത് നോക്കുക. അങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. Br പോയിട്ട് ഡബിൾ ബോണ്ട് വരാൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആൽക്കഹോളിക് KOH ഇടുമ്പോ ഈ Br ഉം H ഉം അവിടെ നിന്ന് പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് വരും. നെക്സ്റ്റ് എന്താണ്? ക്ലോറോബ്യൂട്ടൈൻ ടു N-octane. ആർക്കെങ്കിലും കിട്ടിയോ? റൂട്ട്സ്. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കണ്ടോ, അവിടെ കാർബൺ ഒറ്റയടിക്ക് കൂടുകയാണ് അല്ലേ? അപ്പൊ റൂട്ട്സ്. അപ്പൊ നിങ്ങൾ ഓരോ റിയാക്ഷൻ പഠിക്കുമ്പോഴും അതിൽ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒബ്സർവേഷൻ കിട്ടി തുടങ്ങും. ക്ലോറോബ്യൂട്ടൈൻ ടു N-octane അല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? ഫ്രൂട്ട്സിന് എന്താ ഇടുക? NaN പറയ്, ഡ്രൈഡ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അത് കേട്ടോ ബ്രെയിനിൽ നല്ല ക്ലിയർ ആയിട്ട് വരും. ലാസ്റ്റ് എന്തായിരുന്നു? 10 ബെൻസീൻ ടു ബൈഫിനൈൽ. എന്തായിരുന്നു അത്? എന്ന് പറഞ്ഞേ. ഫിറ്റിക് റിയാക്ഷൻ. എന്തായിരുന്നു? ഫിറ്റിക് റിയാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഫിറ്റിക് ആണ്. ഇതാണ് ബെൻസീൻ. അതിനെ നമ്മൾ ആദ്യം ക്ലോറോ ബെൻസീനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് Cl2 ഏതാ മോനെ ചോദിച്ചു? അല്ല അല്ലേ? ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു അല്ലേ? ക്ലോറോ പറഞ്ഞു കേട്ടോ. അടുത്തെന്തായിരുന്നു? ബെൻസീൻ ടു ഡൈഫിനൈൽ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ബെൻസീനെ നമ്മൾ ഹാലജനേഷൻ ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? റിയേജന്റ് എന്ന് പറഞ്ഞ് പറയും. എന്ത് ചെയ്യുമ്പോഴാ ഡൈഫിനൈൽ കിട്ടുന്നേ? നെയ്വ് റിയാക്ഷൻസ് പഠിച്ചിട്ടില്ലേ അപ്പൊ ആരും? ഫിറ്റിക്കിന് എന്താ ഇടുന്നേ? റിയേജന്റ് പറയാം. NaN ട്രൈ ചെയ്തോ അല്ലേ? ഫ്രൂട്ട്സ് ഫിറ്റിക് ഇതിനെല്ലാത്തിനും NaN ട്രൈ ചെയ്തല്ലേ കേട്ടോ. NaN ട്രൈ ചെയ്ത് NaN ട്രൈ ചെയ്ത് NaN ട്രൈ ചെയ്ത്. ഓക്കെ ആണോ?
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കുക 6.19 അതിൽ 5 കൂടി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ 15 ക്വസ്റ്റ്യൻസ് വീണ്ടും കാണാതെ എഴുതിയിട്ടേ വിടുകയുള്ളൂ. അതുപോലെ അങ്ങനെ ചെയ്യണം. കാരണം പഠിച്ചത് നമുക്ക് ഇന്ന് ക്ലിയർ ആയിരിക്കണം. 15 ആണ് പഠിക്കുന്നത്, 10 ആണ്, എന്നാലും മതി. അങ്ങനെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെക്കാം. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ propene to propan 1 all. Propene to propan 1 all. Then second question, ethanol to but 1YNE. അത് റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ തനിയെ കിട്ടുമെന്ന് നോക്കാം. ethanol to but 1YNE. ഈ ചാപ്റ്ററിൽ തന്നെ അത് രണ്ടാമത് വന്നേക്കുന്നതാണ്. ethanol to but 1YNE. വീണ്ടും എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, 1 bromopropane to 2 bromopropane. 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 Fourth question, toluene to benzyl alcohol. Toluene to benzyl alcohol. വീണ്ടും റിപ്പീറ്റേഷൻ. toluene to benzyl alcohol. കണ്ടോ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ തന്നെ റിപ്പീറ്റേഷൻ വന്നേക്കുന്നതാണോ, നമുക്ക് കിട്ടുമെന്ന് സെൽഫ് ചെക്കിംഗ് ആണ്. toluene to benzyl alcohol. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, benzene to 4 bromo nitrobenzene. 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 Five അല്ലേ? ഓക്കെ. നിങ്ങൾ സ്റ്റഡി സെക്ഷൻസിന് അന്ന് 4 hours ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ അന്ന് ചെയ്ത ഓൾ ത്രൂ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺവേർഷന് വേണ്ടിയിട്ട് അതുപോലെ ഒരു 1 day കണക്കെയാണ് ഉദ്ദേശം. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ചെയ്ത് പക്ഷേ നിങ്ങൾ ഒരു ബാക്കപ്പ് ആയിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ മാറി പോകും. കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കും നല്ല ക്ലാരിറ്റിയിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ബേസിക് ആയിട്ട് പറയുന്നത് ഈ പെട്ടെന്നുള്ള റിയാക്ഷൻസുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം, എങ്കിലേ കാര്യമുള്ളൂ. സീൽ പോയി വെച്ച് വരാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് വരണം. സീൽ പോയിട്ട് വെച്ച് വരാൻ അക്വസ് എന്നെ വെച്ച് ഉണ്ടോ നോക്കാം. സീൽ പോയി ഡബിൾ ബോണ്ട് വരാൻ, സീൽ പോയിട്ട് ഡബിൾ ബോണ്ട് വരണം ആൽക്കഹോളിക് വെച്ച് ഉണ്ടോ. അപ്പൊ ഞാൻ ഈ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സീൽ പോയിട്ട് ഒഴിച്ചു വരാൻ പഠിക്കുന്ന അതേ പോയിന്റിൽ തന്നെ മറ്റേതും പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഒരെണ്ണം ആൽക്കഹോളിക് ആണെങ്കിൽ മറ്റേത് അക്വസ്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോ അല്ലെങ്കിൽ കേട്ടോ. സീൽ പോയി ഒഴിച്ചു വരാൻ അക്വസ് എന്നെ വെച്ച് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഓച്ച് പോയി സീൽ വരാൻ, ഓച്ച് മാറിയിട്ട് സീൽ വരണം, ഓച്ച് പോയിട്ട് സീൽ വരണം അസോസിയേറ്റ്. അങ്ങനെ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ കിട്ടണം നമുക്ക്. ദെൻ ഒരു എച്ച് പോയിട്ട് CH4 ആണ്, അതിൽ നിന്ന് ഒരു എച്ച് പോയിട്ട് സീൽ വരാൻ. ഇവിടെ എന്തായിരുന്നു മോനെ, എച്ച് പോയിട്ട് എനിക്കൊരു സീൽ വേണം, Cl. Cl2 ആൻഡ് UV ലൈറ്റ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇതിൽ നിന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മാറ്റേണ്ടതാ കേട്ടോ. പ്രഭവേ ചോദിക്കും എല്ലാനും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് പറഞ്ഞു എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞു. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ അല്ലേ. ഇനി ഇൻഡിവിജ്വലി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രഭുവിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ മോനെ പറഞ്ഞു എന്ത് ചെയ്യണം ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ആദ്യം എന്താണോ നോക്കേണ്ടത്, ഡബിൾ ബോണ്ട് പോയിട്ടുണ്ട്. ഡബിൾ ബോണ്ട് പോകാൻ ഇത്രയും സമയം ചെയ്താൽ എന്താ ചെയ്തേക്കുന്നത്, ഇത്രയും സമയം നമ്മൾ ഡബിൾ ബോണ്ട് ചെയ്യാൻ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. എന്തായിരുന്നു, HBr കൊടുക്കും. എന്തായിരിക്കും HBr. ഇനി ശ്രദ്ധിക്കുക, HBr ഈ അറ്റത്താണ് വരേണ്ടത്.
HBr മിഡിൽ വരാൻ എന്ത് ചെയ്താൽ മതി? വെറുതെ HBr ഇട്ടാൽ മതി. അറ്റത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പെറോക്സൈഡ്. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കണ്ടോ? അപ്പൊ നമ്മൾ ഡബിൾ ബോണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ട് പോകണമെങ്കിൽ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും HBr തന്നെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാം. അല്ലാതെ കുറെ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, ഡബിൾ ബോണ്ട് കളയാൻ കണ്ടമാനം ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഇന്നേ വരെ ഇത്രയും സമയം ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും HBr. അതാണ് ഒബ്സർവേഷൻ. അപ്പൊ Br അവിടെ വന്നു. ഇനി Br പോയിട്ട് ചോദിച്ചു വരാം, വേറെ ആരും പറയണ്ട. ശരി, അക്വസ് NaOH. ദാറ്റ്സ് ഓൾ. പരിപാടി തീർന്നു. കണ്ടോ? ഓക്കെ, അക്വസ് NaOH. അക്വസ് NaOH. നെക്സ്റ്റ് അടുത്തതായിരുന്നു റിയാക്ഷൻ പറഞ്ഞു. എത്തനോൾ ടു ബ്യൂട്ട് 1YNE. എത്തനോൾ ജൂടെ ഫുൾ അങ്ങ് പറഞ്ഞു. കാരണം ഇത് ഞാൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ ബ്യൂട്ട് 1YNE, എത്തനോൾ ടു ബ്യൂട്ട് 1YNE. ഇന്ന് ചെയ്തപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. അസോസിയേറ്റ് ആഡ് ചെയ്യുക, അപ്പൊ Cl ആവും. റൈറ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഒരു റിയേജന്റ് ആഡ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. ശരിയാ, CHCNA. വെരി ഗുഡ്, എക്സാക്ട്ലി റൈറ്റ്. കണ്ടോ? ഓക്കെ, അങ്ങനെ കിട്ടണം. കണ്ടോ? ഇന്ന് നിങ്ങൾ ചെയ്തു, നിങ്ങൾ കണ്ടോ ബ്രെയിനിൽ കറക്റ്റ് ആയിട്ട് വന്നു, അപ്പൊ കിട്ടി. ഇത്രയുള്ള പരിപാടി അല്ലേ? ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാണ്ടോ? CH ട്രിപ്പിൾ ബോണ്ട് CNA. അപ്പൊ ATCയിൽ പോകുന്നു. അപ്പൊ CH3 CH2, ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് CH. Then next 13. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വൺ ബ്രോമോ പ്രൊപ്പൈൻ. ടു എന്തായിരുന്നു? 2 ബ്രോമോ പ്രൊപ്പൈൻ. ഞാൻ പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഐശ്വര്യ പറഞ്ഞു 1 ബ്രോമോ പ്രൊപ്പൈൻ ടു 2 ബ്രോമോ. നിങ്ങൾ ഒബ്സർവ് ചെയ്യും, ഇത് 1 ആണ് അല്ലെ? അടുത്ത പൊസിഷനിലേക്ക് മാറണം. ആദ്യം ഈ Br തട്ടിക്കളയണം, മാറ്റണം. എങ്കിൽ മാത്രം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. Br മാറ്റുന്ന റിയാക്ഷൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എലിമിനേഷൻ എന്തായിരുന്നു? Br പോയിട്ട് ഡബിൾ ബോണ്ട് വരണം. എന്തായിരുന്നു റിയേജന്റ്? ശരിയാ, ആൽക്കഹോളിക് KOH. ഉണ്ടോ? ആൽക്കഹോളിക് KOH കൊടുത്താൽ Br പോയിട്ട് ആൽക്കീൻ വരും. ഇനി എന്ത് ചെയ്യണം? ആൽക്കീൻ വന്നു. ഇനി Br വീണ്ടും തിരിച്ചു വരാൻ എന്താ ചെയ്തേ? ഇത്രയും സമയം ചെയ്താലൊന്നും ആലോചിച്ച് നോക്കി. Br വരണം, ഡബിൾ ബോണ്ടിലേക്ക് Br വരാനായിട്ട്. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. Br ഉള്ള റിയേജന്റ് വരണുള്ളൂ ഇത്ര സമയം ചെയ്തേക്കുന്നതിൽ. പറയാൻ Br വരുന്ന ഒറ്റ റിയേജന്റ് ഉള്ളൂ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന എല്ലാത്തിലും. ഒരു പെറോക്സൈഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ Br വരാനായിട്ട് എന്താ ചെയ്തത്? HBr ആഡ് ചെയ്താൽ മിഡിൽ വരും. പെറോക്സൈഡ് HBr കൊടുത്താൽ അറ്റത്ത് വരും. ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പതുക്കനെ ആവുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയേ, CH3 CH ഡബിൾ ബോണ്ട് CH2, then HBr. ഓർത്ത് നോക്കുക, HBr കൊടുത്താൽ മിഡിൽ വരും. മാർക്കോണിക് ഓഫ് റൂൾ ആണ്, അല്ലെങ്കിൽ എൻഡിൽ വരും. ഓർത്ത് നോക്കുക. ദെൻ ഓൺലൈനില് ആദിഷാണ് പറയണ്ടേ. നെക്സ്റ്റ് ഓർത്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 14 പറഞ്ഞേ. ടോളിൻ ഇൻടു ബെൻസൈൽ ആൽക്കഹോൾ. അതിശയം ഒന്ന് പറഞ്ഞേ ഓൺലൈനില്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞു തരൂല. ടോളിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ ഇന്ന് തന്നെ ചെയ്തതാണ്. വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ റിപ്പീറ്റ് ആയി വന്നു. ടോളിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ പറഞ്ഞു. ശരിയാ, ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ക്ലിയർ ആണ്. എന്ത് ചെയ്യണം ഫസ്റ്റ്? ആൻഡ് Cl2 ആൻഡ് UV ലൈറ്റ് കൊടുക്കണം കേട്ടോ. UV ലൈറ്റ് വേണം. അപ്പൊ നമുക്ക് എന്ത് വരും? CH2Cl അല്ലേ?
ഞാൻ സിയിൽ പോയിട്ട് ഒഴിച്ചു വരാൻ പറഞ്ഞേ, സിയിൽ പോയി ഒഴിച്ചു വരാൻ അക്വസ് NaOH or KOH അല്ലേ, aqueous NaOH or KOH. Then next benzene to 4-bromo nitrobenzene 15. Benzene to 4-bromo nitrobenzene. ഓർത്ത് നോക്കാം. ഇങ്ങനെ വരണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ BR വേണം. BR ഓർത്തോപാര ഡയറക്റ്റീവ് ആണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുള്ളൂ NO2 വരിക. അത് എവിടെയാ പഠിച്ചത്? 11th അല്ലേ? എന്താ ഓർത്തോപാര ഡയറക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താ കൊടുക്കണ്ടേ? നേരത്തെ ഓർമ്മയുണ്ടോ BR2 വരാനായിട്ട്? അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ AlBr3. ലൂയിസ് ആസിഡ് FeBr3 കൊടുക്കാം കേട്ടോ. ഓക്കെ, FeBr3 AlBr3 ഒക്കെ കൊടുത്താൽ ബ്രോമോ ബെൻസീൻ. ഈ ബ്രോമിൻ ഓർത്തോപാര ഡയറക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിലേക്ക് നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO. നൈട്രേഷൻ നടന്ന ഇപ്പോൾ ടോട്ടൽ 15 ക്വസ്റ്റൻ ആയി. നമുക്ക് ഈ 15 ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലി നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പഠിച്ചതായിട്ട് മൈൻഡിൽ കറക്റ്റ് ആയിട്ട് വരണം. അത് ഒബ്സർവ് ചെയ്ത് പഠിക്കണം. ഓരോ ഒന്നും കാണാതെ പഠിക്കാൻ നോക്കരുത് നിങ്ങൾ. അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടണം. അത് BR പോയിട്ട് ഒഴിച്ചു വരുന്നു എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ റിയേജന്റുകൾ ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ആൽഡിഹൈഡ് പോയി ആൽക്കഹോൾ വരാൻ ഡാഷ് ആണ് CrO3 ആൻഡ് PCC. ദെൻ ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് എന്തായിരുന്നു? ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് ഓക്സിഡേഷൻ ഉണ്ടോ? ഓക്കെ, അങ്ങനെ കിട്ടണം. ദെൻ നെക്സ്റ്റ് കീറ്റോൺ ടു ആൽക്കെയിൻ എന്തായിരിക്കും? നെയിം റിയാക്ഷൻ ആണ് കീറ്റോൺ ടു ആൽക്കെയിൻ. അപ്പൊ തന്നെ ക്ലെമൻസൺ റിഡക്ഷൻ ഓർ വൂൾഫിഷ്നർ റിഡക്ഷൻ. ഫാസ്റ്റ് ആയിട്ട് എത്തണം. ഫാസ്റ്റ് ആയിട്ട് വേണം. എന്തായിരുന്നു അതില്? സിങ്ക് അമാൽഗം ZnHg അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ കൺവേർഷൻ ഫാസ്റ്റ് ആയിട്ട് വരുള്ളൂ. അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ. ഈ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറേ കൺവേർഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു സ്ട്രെങ്ത് മാത്രമാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ. ഓക്കെ, എനിവേ അതൊന്നും വേണ്ട. നമുക്ക് ആദ്യം 15 ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോ ക്ലിയർ ആയിട്ട് നോക്കണം. ഫസ്റ്റ് 5 പഠിച്ചോ നോക്ക് വേഗം. ഫസ്റ്റ് 5 അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇടും കിട്ടണം. അങ്ങനെ ഫസ്റ്റ് 5 പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന മോൻ ഒറ്റയ്ക്ക് ആണ്, സെൽഫായിട്ട് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് 5 ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ഓണാക്കിയിട്ട് ചോദിക്കും, അപ്പൊ കിട്ടണം. ആ രീതിയിൽ വേഗം നോക്കിയേ. ഫസ്റ്റ് 5 ഓക്കെ ആണോ നോക്കുക കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഫസ്റ്റ് 5 ഒരു ചാർട്ട് പോലെ എഴുതിയേക്കുന്ന സാധനമുണ്ട്. അത് കിട്ടിയോ? നോട്ടാരെങ്കിലും ഇല്ലല്ലോ. അത് നോട്ടായിട്ട് ആരെങ്കിലും എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ. ഗ്രൂപ്പിൽ ഇടാൻ പറയാം. അത് എടുത്തു വെച്ചിട്ട് വേണം നമുക്ക് ഈ കൺവേർഷന് വേണ്ടിയിട്ടൊരു ഇങ്ങനെ പോട്ടെ കേട്ടോ. ഓക്കെ ആണോ? ഇൻഡിവിജ്വലി എന്ത് ചേഞ്ച് ആയി എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാൻ പഠിക്കുക. അതാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഡബിൾ ബോണ്ട് പോയിട്ട് നമുക്ക് അല്ലെ ബ്രോമിനൊക്കെ വരണമെങ്കിൽ HBr ആഡ് ചെയ്യണം. ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ എലിമിനേഷൻ വേണം.
ദെൻ സി എൽ പോയിട്ട് OH വരണമെങ്കിൽ അല്ലേ, അങ്ങനെ ആലോചിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകും. ഇനി YNE വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അല്ലേ, YNE ഇടാനായിട്ട് 2 സ്ഥലത്ത് എന്താ നമ്മൾ ചെയ്തത്, ആൽക്കഹോളിക് OH അല്ലേ, ഒരു സ്ഥലത്ത് NaNH2 കിട്ടും അല്ലേ, സോഡാമൈഡ്. വേറൊരു സ്ഥലത്ത് നമുക്ക് അത് ഇടേണ്ടി വന്നില്ല, അതിന് പകരമാണ് CH ട്രിപ്പിൾ ബോണ്ട് C. അവിടെ ചെയിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടെ ചെയിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ YNE എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ആൽക്കഹോളിക് OH എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ഒബ്സർവ് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ബ്രെയിന് കുറച്ചും കൂടി വിഷ്വലി ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അവിടെ സ്റ്റക്ക് ആവുന്ന ഒരു ഫീലിംഗ് വരും കേട്ടോ. ഓക്കെ, നമുക്ക് അറിയില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, കാണാൻ പഠിക്കാൻ നോക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ നിന്നൊക്കെ എഴുതുമ്പോൾ ഇതും ഞാൻ എഴുതുന്നുള്ളൂ, അതിന്റെ ഇടയിലുള്ളതൊന്നും ആലോചിക്കുന്നേ ഇല്ല. അത് ഇന്നതായില്ല ഇതിലേക്ക് വരും. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് വന്നെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഐഡിയ കറക്റ്റായ നമുക്ക് വന്നോളും. ഫസ്റ്റ് 5 പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഇപ്പൊ ഇടും, അടുത്ത 5ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഇടും, അടുത്ത 5ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, 6 എണ്ണമാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് 5 പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് ആൻട്രൈസ് ചെയ്യും. സാർ ഓക്കെ അല്ലേ, ലക്ഷ്മി തീർന്നു അല്ലേ, ഐശ്വര്യ മോനെ ഓൺ ടൈം എടുത്തു, കുഴപ്പമില്ല. അഭിഷേക്, ജ്യോതിഷ്, ജൂഡ്, മോനെ രണ്ടെണ്ണം കൂടി ഡൗട്ടാണ്. കഴിഞ്ഞു അല്ലേ, ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞു എന്നാ പറയണേ. ഒന്ന് മറിച്ച് എക്സാം ആണ് കേട്ടോ. ഈ 5 നിന്ന് കിട്ടുമെന്ന് നമുക്ക് സെൽഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്ത് കഴിഞ്ഞോ അത് റീചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു പോകും. ഒരു ഐഡിയ ഉണ്ടായി തുടങ്ങും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ, ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. Then next, propene to 1-nitropropane, propene to 1-nitropropane. കഴിഞ്ഞ അപ്പം തന്നെ കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, propene to 1-nitropropane, propene to 1-nitropropane. ENE ആണ് കേട്ടോ, propene to 1-nitropropane, propene to 1-nitropropane. കൂളായിട്ടാണ് കേട്ടോ, സീൽ പോയിട്ട് ഒഴിച്ച് വരാൻ എന്ത് വരുന്നു. ഫസ്റ്റ് റൈറ്റ് ആണ് കേട്ടോ. ലക്ഷ്മി ഫിനിഷ് ചെയ്തു, ദെൻ വിവേക് ഫിനിഷ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ഓൺ ടൈം എടുത്തു കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, എന്താന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ.
ഫസ്റ്റ് റൈറ്റ് ആണ്. സെക്കൻഡിൽ നൈട്രോ ആണ് ആക്ച്വലി വരുന്നത്. ഇതിന് തൊട്ടുമ്പത്തി ഇതും കൂടി മിക്സ് ആയിപ്പോയി. Br പോയിട്ട് NO2 വരണം. അപ്പം എന്ത് ചെയ്യണം? 1 ബ്രോമോ പ്രൊപ്പൈൻ ആക്കണം. എന്നിട്ട് Br പോയിട്ട് ഇത് വരാൻ ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് അതിന് തൊട്ടുമ്പത്തേനും ഇതും കൂടി ഒന്ന് മിക്സ് ആയി കേട്ടോ മൈൻഡിൽ. ഓക്കെ, എനിക്ക് അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിപ്പിച്ചത് കേട്ടോ. ഓക്കെ, കേട്ടോ. ഒരു മിനിറ്റ്, അങ്ങനെ ഈ Br അറ്റത്ത് തന്നെ ഇവിടെ ഒരു പെറോക്സൈഡ് കൂടി വരും. വെറുതെ HBr ഇട്ടാൽ മിഡിൽ വരും. ഉണ്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റൻ എങ്ങനെ ചോദിക്കാൻ പറ്റും? അങ്ങനത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ ഉണ്ടോ പ്രൊപ്പീൻ ടു 2 നൈട്രോ പ്രൊപ്പൈൻ അങ്ങനെ ചോദിച്ചാൽ അറ്റത്ത് വരാൻ പെറോക്സൈഡ് കേട്ടോ. HBr പെറോക്സൈഡ് അക്വസിനേഴ്സ് കേട്ടോ. ടീലിംഗ് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എവിടെയാണ് വരുന്നതെന്നൊക്കെ അറിയില്ല. CL പോയിട്ട് OH വരാൻ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പക്ഷേ ഈ റിയേജന്റ് അല്ലേ ഇത്തിരി ടെൻഷനായി പോയി. ഇനി മോൻ ആലോചിക്കേണ്ടത് കണ്ടോ, ഇവിടെ Br, ഈ Br പോയിട്ട് NO2 വരാൻ എന്താ ആഡ് ചെയ്യേണ്ടത്? AgNO2 കേട്ടോ. AgNO2. അപ്പോൾ പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കണം കേട്ടോ. ഓക്കെ, Br പോയിട്ട് NO2 വരാൻ AgNO2 അങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, കിട്ടി. അതല്ല കേട്ടോ, അത് അതിൻ്റെ തൊട്ടുമ്പത്ത് മിക്സ് ആയി കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ നമ്മൾ HBr കൊടുക്കും പെറോക്സൈഡ് പറഞ്ഞാൽ പേടിക്കുന്നതാണ് പെറോക്സൈഡ്. അങ്ങനെ വരുമ്പോൾ ഈ Br അറ്റത്ത് വരും ഉണ്ടോ. ഇനി Br പോയിട്ട് AgNO2 റൈറ്റ് ആണ് ഉണ്ടോ. ബാക്കിയൊക്കെ റൈറ്റ് ആണ്. നോക്കട്ടെ മോനെ. HBr പെറോക്സൈഡ് Br വന്നു. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. കിട്ടിയ മോനെ പെറോക്സൈഡ് AgNO2. ഓക്കെ, റൈറ്റ്, ഗുഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ ഓരോ റിയാക്ഷൻ ആയിട്ട് നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും, പെട്ടെന്ന് പറയുമ്പോൾ കിട്ടും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഇത്രയും പഠിച്ചില്ലേ, അത് വെച്ച് മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്യുന്ന ഒബ്സർവേഷൻ നോക്ക്. ഇപ്പൊ OH പോയിട്ട് എനിക്ക് ആ OH ഇപ്പൊ ബെൻസൈൽ ആൽക്കഹോൾ എന്നൊക്കെ അല്ലെ നമ്മൾ വന്നേക്കുന്നത്. അപ്പോ ഞാൻ ടോളുവിൻ കൺവേർട്ട് ടു എനിക്ക് വേണ്ടത് നൈട്രോ 1 ഫിനൈൽ 1 നൈട്രോ മീഥെയ്ൻ. 1 ഫിനൈൽ 1 നൈട്രോ മീഥെയ്ൻ. ഇപ്പൊ ചെയ്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ അടുത്ത ലെവൽ എന്ന് പറയണ അതാ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, അതിൽ നിന്ന് പുതിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അങ്ങനെയാ. അതെ, എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ പഠിച്ചതിനെ ഒന്ന് മിക്സ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഇത് ടോളുവിൻ. എനിക്ക് വേണ്ടത് ഇതാ വേണ്ടത്. ഇതിന്റെ യുപാക് നെയിം ആണ് 1 ഫിനൈൽ ബ്രാഞ്ചാണ്. ബെൻസൈൽ എന്നൊക്കെ പറയുന്നത് എന്താ? കോമൺ നെയിം ആണ്. അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ഓക്കെ, ഇനി ഇവിടെ 1 നൈട്രോ 1 ഫിനൈൽ മീഥെയ്ൻ ഉണ്ടോ. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ. ആദ്യം എന്ത് ചെയ്യണം? Cl2 and UV light ഉണ്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നൊക്കെ എപ്പോഴും അങ്ങനെയാ, Cl2 and UV light. അപ്പൊ ഞാൻ എന്ത് ചെയ്യും അല്ലെ? ഇനി എന്ത് ചെയ്യണം? AgNO2. ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ആ Cl പോയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള എല്ലാ വേർഷനും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം മൈൻഡില്. എങ്കിൽ മാത്രമാണ് അല്ലെ Cl പോയിട്ട് OH വരാൻ അക്വസിനേഴ്സ് ഉണ്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അടുത്ത 5 കേട്ടോ. നെക്സ്റ്റ് 5 വേഗം നോക്കുക കേട്ടോ. നെക്സ്റ്റ് 5 നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഞാൻ അതിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് 2 ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം നമുക്ക്.
നെക്സ്റ്റ് 5 കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 15ഉം അൾട്രാ ക്ലിയർ ആയിട്ട് പഠിച്ചു വേണം കേട്ടോ. കാരണം ബാക്കി ഇത്രയും കൂടി ഉണ്ട്, 15ഉം കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ് ആകുമ്പോൾ നമുക്ക് എടുത്ത് അടുത്ത ആപ്പിലേക്ക് വേഗം ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്ക് അടുത്ത ഒരു 15 + 10 അപ്പോൾ എത്രയാ ഒരു 40 കൺവേർഷൻ ഒരു ലെവലാക്കുക. എന്നിട്ട് ആ 40 മുഴുവൻ കിട്ടുമോ എന്നുള്ളൊരു സെൽഫ് ചെക്ക് ചെയ്യുക. അങ്ങനെ 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 ക്ലിയർ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. ചോദിച്ചോ. അത് സേറ്റ്സ് റൂൾ എന്ന് പറയുന്ന റൂൾ അനുസരിച്ചിട്ട് ഈ ബി ആറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കാർബൺ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ആയിരിക്കും മേജർ കോമ്പൗണ്ട്. ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടാവില്ല, എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും. അതെ, ഇങ്ങോട്ട് ആക്കണമെങ്കിൽ ഈ HBr പെറോക്സൈഡ് കൊടുക്കും. അപ്പൊ ബ്രോമിൻ എവിടെ വരും? ഇവിടെ വരും. ഈ കോമ്പൗണ്ട് തന്നിട്ട് ഡബിൾ ഉണ്ടാക്കും. മോൻ ചോദിച്ചു ഈ മോന്റെ ചോദ്യത്തിനാണ് 2 ബ്രോമോ ബ്യൂട്ടൈൻ അല്ലേ? ഇതിൽ നിന്ന് മോൻ ഇതാക്കണം, അതല്ലേ ഉദ്ദേശം? ഈ റിയാക്ഷന്റെ റിവേഴ്സ് എന്തിനും എതിരേക്കും ആക്കാം. മോന് ഇതാക്കണം. ഞാൻ ഈ കോമ്പൗണ്ട് ആക്കും. ഇങ്ങനെ കയറി പിടിച്ചു H2 പലയിടിയ. അപ്പം എന്താവും? Cl2 and UV light. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ഇവിടെ Cl. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മേജർ പ്രൊഡക്റ്റ് വരിക. അല്ലെങ്കിൽ മൈനർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചെഴുതാൻ പറ്റും, പക്ഷെ അത് വേണം. ഇത് മേജറാണ്, ഇത് മൈനറാണ്, അങ്ങനെയുണ്ട് ടെക്സ്റ്റുകളിൽ. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യും. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതാം. എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്. എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്. എത്തനോൾ ടു ഈഥൈൽ ഫ്ലൂറൈഡ്.
then bromoethane to propanol. Bromomethane to propanol. Bromomethane to propanol. Ethanol to ethyl fluoride, bromomethane to propanol. വീഡിയോ ഇനി ഓണാക്കാം.